മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിലാണ് വലിയ വരുമാനം ലഭിക്കുകയും മറ്റും ചെയ്യുക. പൊലിച്ച 3:30 പോയി ഒരു 6-7 ഭാഗത്തിന് ബെൽറ്റ് പൊട്ടിപ്പോയി. ബെൽറ്റ് പൊട്ടി ബോട്ട് അവിടെ ആങ്കർ വെച്ചപ്പോൾ ഭയങ്കര കാറ്റായിട്ട് കരക്കൊയ്യൊയ്യി വന്നു. അങ്ങനെ കയറ്റി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ മുന്നൊരു കപ്പലാണ്. ആ കപ്പലിന്റെ മുകളിലാണ് ഇപ്പൊ ബോട്ട് തട്ടിക്കണത്. ഇവിടെ ഈ ഒരു ടൈം വരുമ്പോൾ ഭയങ്കരമാണ്. ഒരാൾക്കും പണിക്ക് പോകാനോ ഇതിനൊന്നും പറ്റില്ല. ഇത് ഇന്നലെ ഉച്ച വരെ നല്ല സുഖമാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഇത്. നമസ്കാരം. കേരളത്തിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്, മലപ്പുറം, വയനാട് മുതലായ ജില്ലകളിലും വളരെ ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടുമെല്ലാം ഉരുൾപൊട്ടിയ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെങ്കിൽ കോഴിക്കോടിന്റെ തീരപ്രദേശങ്ങൾ കടുത്ത കടലാക്രമണ ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയത്തുള്ള കപ്പലങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഇന്ന് രാവിലെ ഈ കപ്പലങ്ങാടി പ്രദേശത്താണ് കോഴിക്കോട് നിന്ന് ചാലിയത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ ബോട്ട് കടലിൽ കുടുങ്ങുകയും 17ഓളം തൊഴിലാളികൾ വളരെ സാഹസികമായി രക്ഷപ്പെടുകയും ചെയ്ത ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3:30 ചാലിയം ബീച്ചിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ ബോട്ട്, ബേപ്പൂർ സ്വദേശിയുടെ മിഹ്റാജ് എന്ന് പറയുന്ന ബോട്ടാണ് ഇത്തരത്തിൽ കടലിൽ അതിന്റെ ബെൽറ്റ് പൊട്ടി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബോട്ടിനകത്ത് 17 അതിഥി തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. 2 തമിഴ്നാട് സ്വദേശികളും മറ്റുള്ളവർ ഉത്തരേന്ത്യക്കാരുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരെ പിന്നീട് നാട്ടുകാരും മറ്റും ചേർന്ന് വളരെ ശ്രമകരമായി രക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയാലും ബോട്ട് ഇപ്പോൾ ഇവിടെ തീരത്ത് അടിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17 പേർക്കും പരിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിക്കുകൾ സാരമല്ല. ഇവരെ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവർ ഡിസ്ചാർജ് വാങ്ങി പോവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്ത് തന്നെയാലും കനത്ത കടലാക്രമണമാണ് ഈ ഒരു തീരദേശ മേഖല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഴ ഇങ്ങനെ നിർത്താതെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും തങ്ങളുടെ അവസ്ഥ എന്നുള്ളത് അറിയാതെ വലിയ വിഷമത്തിലാണ് ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ. കാരണം ട്രോളിംഗ് നിരോധനമെല്ലാം ഇക്കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിലാണ് വലിയ വരുമാനം ലഭിക്കുകയും മറ്റും ചെയ്യുക. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ കടലാക്രമണവും വലിയ മഴയും ഒക്കെ പെയ്യുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ചാലിയം കപ്പലങ്ങാടി പരിസരത്തുള്ളവർ ഇവിടെയുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ബോട്ടിലുള്ള ജീവനക്കാരെ രക്ഷിച്ച് അവര് നീന്തി കരക്കേണ്ട സമയത്ത്. ഇപ്പൊ നിങ്ങൾ എന്താ കണ്ടത്? നമ്മൾ ഈ ബോട്ട് ഹാർബറിൽ നിന്ന് പോയത് ഒരു 3:30 പൊലിച്ച 3:30 പോയി ഒരു 6-7 ഭാഗത്തിന് ബെൽറ്റ് പൊട്ടിപ്പോയി. ബെൽറ്റ് പൊട്ടി ബോട്ട് അവിടെ ആങ്കർ വെച്ചപ്പോൾ ഭയങ്കര കാറ്റായിട്ട് കരക്കൊയ്യൊയ്യി വന്നു. പക്ഷെ ബോട്ട് ഒരു 8-9 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. 8-9 മണിയാകുമ്പോൾ ഇവിടെ കയറി ആങ്കറും ഉണ്ട്, ബോർഡും ഇട്ടുണ്ട്. ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ കുറച്ച് ആളിറങ്ങി. ഓരോ 14 ആളുണ്ടായിരുന്നു ജീവനക്കാർ. ഇന്ത്യക്കാർ 2 അല്ല തമിഴ് 2, ബാക്കിയുള്ളവർ ഇന്ത്യക്കാരാണ്. അങ്ങനെ ഇവിടുന്ന് ഓരോ റോപ്പിട്ടാണ് ഓരോരുത്തരെ കയറ്റണത്. അങ്ങനെ കയറ്റി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇതിന്റെ മുന്നൊരു കപ്പലാണ്. ആ കപ്പലിന്റെ മുകളിലാണ് ഇപ്പൊ ബോട്ട് തട്ടിക്കണം. ഈ നിൽക്കുന്ന സ്ഥലത്ത് ആദ്യം ഇതിന്റെ മുന്നേ ഒരു ആങ്കർ വെച്ചിട്ട് ഒരു കപ്പൽ വരണില്ല. ഇതാണ് കപ്പലങ്ങാടി എന്ന സ്ഥലത്ത് കൊണ്ട് വരുന്നത്. അപ്പൊ കപ്പൽമേലാണ് ഈ ആളിലൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പോയിട്ട് തട്ടണ കപ്പലിന്റെ മുകളിലാണ്. പിന്നെ ആ കയറ്റത് ഇപ്പൊ കല്ലുമ്മ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കല്ലുമ്മ കൂടല്ലേ കയറണത്. കടലടിക്കണ കല്ലുമ്മ കയറുമ്പോ ഓലിക്കാണെങ്കിൽ ഇതിനെ പറ്റി വലിയ അറിയാത്ത ആളാണ്. ഒരു തോണി പോയിട്ട് ബോട്ടിൽ കയറണുള്ളൂ. ഇപ്പൊ ഇവിടെ കല്ലുമ്മ കൂടെയുള്ള കയറ്റായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ചിലവരിക്കൊക്കെ ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നാട്ടുകാരും തീരദേശ പോലീസും ഇവരൊക്കെ ഉണ്ട്. എല്ലാം പാടെ കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ കടലാക്രമണം വളരെ രൂക്ഷമാണല്ലോ. ഇവിടെ ഈ ഒരു ടൈം വരുമ്പോൾ ഭയങ്കരമാണ്. ഒരാൾക്കും പണിക്ക് പോകാനോ ഇതിനൊന്നും പറ്റില്ല. ഇത് ഇന്നലെ ഉച്ച വരെ നല്ല സുഖമാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഇത് രാത്രി കാറ്റും ഇതൊക്കെ പാടായിട്ടായിരിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കണ്ടില്ല. ഇതിപ്പോ വെള്ളം പെയ്ത് ഇനി കയറി കൊണ്ടിരിക്കണം. ഇനിയിപ്പോ ഇത് ഇതിന്റെ ഇങ്ങോട്ട് കയറലോട്. ഇന്നിപ്പോ രാവിലെ വരെ ഇതൊന്നുമില്ലേ. ഈ ആളുടെ ബോട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇറക്കാൻ പറ്റില്ലേ. ഇപ്പം വെള്ളം കയറിക്കുന്ന ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ കടലിൽ കയറി. അവരുടെ ഒരു ജീവന്റെ ഭാഗ്യം രക്ഷപ്പെട്ടു. ഇത് ഈ ബെർത്ത് ഇപ്പോഴായിട്ട് ഒരു പൊലിച്ച 4 മണിക്കോ 3 മണിക്കൊക്കെയാണ് ഈ ബോട്ട് ഇങ്ങനെ കയറണമെങ്കിൽ ഒരിക്കൽ ആർക്കും ഇത് ഓടാൻ സ്ഥലം ഒന്നും പോലായിട്ട് നിങ്ങൾക്ക് അറിയില്ല. 2 തമിഴ്നാട്ടുകാരും ബാക്കി ഇന്ത്യക്കാരുമാണ്. അപ്പൊ ഓലിക്ക് ഇത് ഓടാണെന്ന് പോലും അറിയില്ല. അത് പകലായതുകൊണ്ട് അത്രയും ആളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ 10-12-14 ആളെ എന്നിട്ട് കയറ്റിയെടുത്ത് ബോട്ട് അപ്പുറത്തുനിന്ന് ഓരോരുത്തർ ചാടാ. നമ്മൾ കുറച്ചാൾ കല്ലുമ്മ ചായ ഇറങ്ങിക്ക പിടിച്ചെടുക്കാം. അങ്ങനെ